എല്ലാവർക്കും അച്ചായത്തീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കോട്ടയം നാഗമ്പടത്തെ പെറ്റ് ഷോ കാണാൻ വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സ്വന്തം കോട്ടയത്തെ എക്സ്പോർട്ടിക് പെറ്റ് ഷോ കാണാനാണ്. അപ്പോൾ ഇവിടുത്തെ പുതിയ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. കയറി ചെല്ലുമ്പോൾ തന്നെ വലത് സൈഡിലായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ. ഈ കാണുന്നതാണ് എൻട്രൻസ്. ഒരാൾക്ക് 60 രൂപയാണ് എൻട്രി ഫീസ്. കയറി ചെല്ലുമ്പോൾ ടിക്കറ്റ് വാങ്ങുന്ന ആളുടെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട് ഒരു പാമ്പ്. കണ്ടോ, പാമ്പിനെ കയ്യിൽ വേണമെന്ന് ചോദിച്ചു. എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഞാൻ കയ്യിൽ വാങ്ങിയില്ല. അകത്ത് കയറി നമ്മൾ ആദ്യം തന്നെ കാണുന്നത് എക്സോട്ടിക് പെറ്റിൻ്റെ അതിവിപുലമായ കളക്ഷൻസാണ്. ഈ കാണുന്നത് സൺ കൊണൂറാണ്. അതുപോലെ തന്നെ സ്വദേശത്തുനിന്നും വിദേശത്തുനിന്നും ഇറക്കുമതി ചെയ്തിട്ടുള്ള ഒരുപാട് ബേഡ്സിനെ, അതുപോലെ തന്നെ ഒരുപാട് ബേഡ്സിനെയും ആനിമൽസിനെയും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അടിപൊളി ഒരു എക്സ്പീരിയൻസാണ്. ഇവിടുന്ന് നമുക്ക് ലഭിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്നതാണ്. പല വ്യത്യസ്തമായ കളറിലുള്ള കിളികളെയും പെറ്റ്സ് ആനിമൽസിനെയും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്നത് പ്രാവാണ്. നല്ല രസമില്ലേ? ഇത് നമ്മൾ സാധാരണയായി കാണുന്ന ലവ് ബേഡ്സുകളാണ്. ഇത് കോക്ടെയിലാണ്. കോക്ടെയിലൊക്കെ ഒരു 3-4 വെറൈറ്റി കോക്ടെയിൽ ഇവിടെ ഉണ്ട്. ഈ കാണുന്നത് പാരറ്റിൻ്റെ വേറൊരു ഇനമാണ്. ഇതാണ് ഗ്രേ പാരറ്റ്. ഈ കാണുന്നത് വൈറ്റ് ഫിഞ്ചസ്. നല്ല രസമില്ലേ ഈ കാഴ്ചകളൊക്കെ കാണാൻ? നല്ല ഭംഗിയുണ്ട് ഈ ബേഡ്സിനെ കാണാൻ. ഈ കാണുന്നതാണ് ആഫ്രിക്കൻ ലവ് ബേഡ്സ്. ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ പല കളറിലുള്ള കളക്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് ഇഗ്വാന. അലങ്കാരക്കോഴികൾ. ഇതൊക്കെ നമ്മുടെ നാട്ടിൻ പുറത്ത് സാധാരണയായി കണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെ നാടൻ മുയലുകൾ. അടുത്തത് പ്രാവുകളാണ്. 10-15 വെറൈറ്റിയോളം പ്രാവുകൾ ഇവിടെയുണ്ട്. അതിമനോഹരമാണ് ഈ പ്രാവുകളെയൊക്കെ കാണാൻ. നല്ല അടിപൊളി കാഴ്ചകളാണ്. ഇതൊക്കെ വന്ന് നേരിട്ട് വന്ന് ആസ്വദിച്ച് കാണുകയാണ് വേണ്ടത്.
ഈ കാണുന്നതാണ് കരിങ്കോഴി. അടിപൊളിയല്ലേ ഇതിനെ കാണാൻ? പല വെറൈറ്റി ഓഫ് കോഴികളാണ് കാണുന്നത് കേട്ടോ. നല്ല രസമില്ലേ കാണാൻ? ഒത്തിരി അലങ്കാര കോഴികളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ കാണുന്നത് മക്കാവയാണ്. നമുക്കിഷ്ടപ്പെട്ട ആനിമലിൻ്റെ, ബേഡ്സിൻ്റെ ഒക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ അവസരങ്ങളുണ്ട്. പാമ്പിനെയൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കുന്നതിന് ഒരാൾക്ക് 50 രൂപയാകും. നമുക്ക് പേടിയായതുകൊണ്ട് ഞങ്ങളെടുത്തില്ല. ഇത് ഇഗ്വാനയാണ്, ഏറ്റവും വലിയ ഇഗ്വാനയാണ്. ഇതാണ് കുറുക്കൻ, കണ്ടില്ലേ? ഉറങ്ങുവാണ്. ഉറക്കത്തിന് എഴുന്നേറ്റ്. ഈ കാണുന്ന ആമയെ കണ്ടോ? എന്തോ ഒരു വലിയ ആമയാന്ന് നോക്കി. വലിയ സൂവിലൊക്കെ പോകുമ്പോൾ നമ്മൾ മാത്രം കണ്ടിട്ടുള്ളൂ ഇത്രയും വലിയ ആമയെ. ആലപ്പുഴ ബീച്ചിൽ പോയപ്പോൾ ഒരു തോണ വെച്ചായിരുന്നു. രക്ഷപ്പെടാൻ നോക്കുവാണോ? രക്ഷപ്പെടാൻ ഒക്കത്തില്ല. കൂട്ടിനകപ്പെട്ട് കിടക്കുവാടേ കേട്ടോ. അണ്ട് അവരൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. നിനക്ക് അവിടെ പോയി കിടന്നാൽ പോരെ. നീ രക്ഷപ്പെടാൻ നോക്കുക. അവരെല്ലാം അവിടെ വെറുതെ കിടന്നുറങ്ങുക. ഒരു അലമ്പ. ഇവരെല്ലാം അലമ്പന്മാരാ. ഇവരെല്ലാം ഇഗ്വാനെല്ലാം പാവങ്ങളാണ്. ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന ഒരു മക്കാവയാണ്. അടിപൊളിയല്ലേ ഇവനെ കാണാൻ? 3 കളറുണ്ട്. 4 കളർ കണ്ടോ? റെഡ്, ഗ്രീന്, ബ്ലൂ, വൈറ്റ്, ഇതെല്ലാ കളറോട് കൂടിയ എന്ത് ഭംഗിയാന്ന് നോക്കി കാണാൻ. അവർക്ക് ദേഷ്യം വരുക ഇങ്ങനെ അടച്ചിട്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഓപ്പൺ ഏരിയയാണ്. ഇവിടെ നമ്മുടെ പക്ഷികളെ ഒക്കെ ഇങ്ങനെ തുറന്ന് വിട്ടിരിക്കുകയാണ്. പിന്നെ പാമ്പാ, പിന്നെ വേണേൽ നമുക്ക് തോള ഇട്ടുകൊണ്ട് ഫോട്ടോ എടുക്കാൻ. പക്ഷേ എനിക്ക് പേടിയായിരുന്നു, ഞാൻ എടുത്തില്ല. പാമ്പായോണ്ട്. ഇതേത് പാമ്പാ? ഇതിനൊരു വിഷമില്ലേ?
രക്ഷയില്ല. അതിനെ എല്ലാവരും എടുത്ത് കൈ പിടിച്ചപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയായിട്ട് എടുക്കുന്നത്. പക്ഷികളൊക്കെ യഥേഷ്ടം അവർക്കിഷ്ടം പോലെ കണ്ട് പറന്നടക്കാം. അതിന് പറ്റി ഓപ്പണായിട്ട് ഇട്ടിരിക്കുകയാണ്. ആൾക്കാർ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമായത്. അടിപൊളി കാഴ്ചകളാണ്. ഒക്ടോബർ 30 സ്റ്റാർട്ട് ചെയ്തതാണ്. നവംബർ 10 വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവർ 1 വീക്ക് കൂടെ കൂട്ടിയിട്ടുണ്ട്. ഈ സൺഡേ വരെ കാണത്തുള്ളൂ. ഇനി നമ്മൾ നേരെ പോകുന്നു റോബോട്ടിക് സൂവിലേക്കാണ്. വ്യത്യസ്തങ്ങളായ ആനിമൽസിനെയൊക്കെ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ചെല്ലുന്നത് വാണിജ്യ വിപണന സ്റ്റാളുകളിലേക്കാണ്. ഫർണിച്ചർ ഐറ്റംസും ഒക്കെ ഇവിടെ സെയിൽസിനുണ്ട്. ഇത് കണ്ടോ, അടിപൊളി ഒരു ചെയറാണ്. നമുക്ക് ചാരി കടക്കുകയും ചെയ്യാം. ഒരു സൈഡ് ഗ്ലാസ് വെക്കാം, പത്രം വെക്കാം, TV ഒക്കെ കണ്ട് കിടക്കാൻ നല്ല സുഖമാണ്. നമ്മുടെ വീട്ടിലെ പേർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ അണിയിച്ചൊരുക്കിയേക്കുവാണ് ഈ എക്സ്പോ. വ്യത്യസ്തങ്ങളായ 100-ൽ പരം സ്റ്റാളുകളാണ് ഇവിടെ ക്രമീകരിച്ചേക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പെറ്റ് ഷോ നമ്മുടെ കോട്ടയത്ത് നാഗമ്പടത്ത് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രദർശന സമയം രാവിലെ 11 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ്. നോർമൽ സ്കെച്ചാണ്. ഇതിനകത്തേക്ക് ഇടാ, മറ്റൊന്ന് ക്ലോസ് ചെയ്യുക, ചുമ്മാ ബലൂൺ ഒന്ന് ബ്ലോ ചെയ്താൽ മതി. ഒന്ന് ബ്ലോ ചെയ്താൽ ഞങ്ങൾ ഇവിടുന്ന് മൊബൈൽ കവറൊക്കെ വാങ്ങി. നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏറെ ഇഷ്ടപ്പെടുന്ന ഏരിയയാണിത്. അടിപൊളി സ്ലൈഡുകളൊക്കെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ അടിപൊളി മാല, കമ്മലുകൾ, എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഞാൻ കുറേ ഐറ്റംസൊക്കെ വാങ്ങി. ചെറിയ കുട്ടികൾക്ക് ടോയ്സും ഒക്കെ ഇവിടെ ഉണ്ട്. അടുത്തതായി നമ്മൾ പോകുന്നത് ഫുഡ് ഐറ്റംസ് സെയിൽ ചെയ്യുന്നവരുടെ അടുത്തേക്കാണ്. നാച്ചുറൽ സ്ക്വാഷ് ഉണ്ടാക്കി വിൽക്കുന്നതാണ്. അടുത്തത് കുടുംബശ്രീ ചേച്ചിമാരുടെ ചിപ്സും തേനും ഒക്കെ വിൽക്കുന്നതാണ് കാണുന്നത്. ചൂടുവെള്ളം ഒഴിക്കുക. അതെ, ചൂട് വെക്കുന്ന സാധനം. തണുപ്പ് വെക്കണേ തണുപ്പിടാം, ചൂട് വെക്കണേ ചൂടിടാം. അങ്ങനെ ഞങ്ങൾ 100 രൂപ കൊടുത്തൊരു കിഴി വാങ്ങി. അതുപോലെ തന്നെ പല്ലി, എലി ഇതിനെല്ലാം ഓടിക്കാനായിട്ടൊരു
പ്ലഗിൽ കുത്തുന്ന ഒരു ഐറ്റവും വാങ്ങി. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അച്ചായൻ്റെ വീഡിയോ കണ്ടിട്ട് അച്ചായനെ ഹഗ് ചെയ്യുന്ന കണ്ടോ. ഇവിടെ ഞങ്ങളൊരു ഹോട്ട് ബാഗും മേടിച്ച് അതുപോലെ തന്നെ എലി ഓടിക്കുന്നു. നാച്ചുറൽ അവലോസ് പൊടിയൊക്കെയാണ് ഇവിടെ വിൽക്കാനുള്ളത്. ചക്ക ഉണക്കി പൊടിച്ചുള്ള അവലോസ് പൊടി, അത് പിന്നെ ഞങ്ങളൊരെണ്ണം വാങ്ങി. ഇത് ടാങ്കൊക്കെ ക്ലീൻ ചെയ്യുന്ന ഐറ്റമാണ്. ഇവിടെ വ്യത്യസ്തമായ അച്ചാറുകൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. ഡ്രസ് ഐറ്റംസ് ഇവിടെ സെയിലിന് വെച്ചിട്ടുണ്ട്. ചെറിയ മണ്ണായിട്ടുള്ള പൊടി, മണ്ണ്, കല്ല്, എല്ലാം താഴെയുള്ള പൊടിയായാലും മണ്ണായാലും എല്ലാം ടെസ്റ്റ് എടുക്കാം. ഈസിയാണ്. ബാറ്ററിയും കറണ്ടൊന്നും ആവശ്യമില്ല. ഇപ്പോൾ താഴെയുള്ള പൊടിയാണെങ്കിൽ താഴെയുള്ള ടെസ്റ്റ് ചെറിയ മണ്ണായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പട്ടിയുടെ പൂച്ചയുടെ രോഗങ്ങളെ കാണിക്കുമ്പോഴും നമുക്ക് ഈസി ചെയ്യാം. ഈ ഐറ്റം ഒരെണ്ണം ഞങ്ങൾ വാങ്ങി. അങ്ങനെ നമ്മൾ നടന്നെത്തിയിരിക്കുന്നത് അതിവിശാലമായ ഫുഡ് കോർട്ട് ഏരിയയിലേക്കാണ്. ഇവിടെ നമുക്ക് സ്വാദിഷ്ടമായ ഫുഡ് ഐറ്റംസൊക്കെ കിട്ടും. കുട്ടികൾക്ക് വേണ്ടിയിട്ട് കളിക്കുന്നതിന് വേണ്ടിയുള്ള ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ സ്റ്റാളിൽ നിന്നും. ചെറിയ കുട്ടികൾക്ക് ബോട്ടിൽ സഞ്ചരിക്കാനായിട്ടുള്ളത് അതൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ചെടികളൊക്കെ വിൽക്കാനുണ്ട്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. തീർച്ചയായും നിങ്ങളുടെയൊക്കെ സബ്സ്ക്രൈബ് വേണം, എന്നാലേ നമ്മുടെ ചാനൽ മുമ്പോട്ട് പോകത്തുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.